ഇപ്പോൾ പാപനാശം ടെമ്പിളിൻ്റെ പരിസരത്താണ്. ഇത് നോക്കി ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നിന്ന് വരുന്ന അഗസ്ത്യാർ ഫോൾസിൻ്റെ അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം ഒഴുകി പോകുന്നതാണ്. താമരവരണി റിവറിൻ്റെ വെള്ളം തന്നെയാണെന്നാണ് പറയുന്നത് ഈ ഭാഗത്തൊക്കെ. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നദി ഒഴുകുന്നുണ്ട്. നമുക്ക് അവിടെ പോയി കാല് നനച്ചിട്ട് വേണമെങ്കിലും ക്ഷേത്ര ദർശനം നടത്താൻ പറ്റും. അങ്ങോട്ടേക്ക് ആദ്യം പോവാം. കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു മണ്ഡപമുണ്ട്. മണ്ഡപത്തിൻ്റെ അതായത് ക്ഷേത്രം കാണുന്നുണ്ടല്ലോ, മണ്ഡപം, അത് കഴിഞ്ഞ് ഗോപുരം, അകത്തേക്ക് പോകണം. പക്ഷേ അതെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സൈഡിലോ ഒക്കെ ആയിട്ട് മനോഹരമായ ആ അഗസ്ത്യാർ ഫോൾസിൻ്റെ ആ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി പടിക്കെട്ടുകൾ ഇറങ്ങി ആ വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് പോകും. ഇതാണ് പാപനാശം ക്ഷേത്ര പരിസരം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ വളരെ രസകരമാണ്. ഇവിടുത്തെ ശിവഭഗവാൻ സൂര്യഭഗവാന്റെ അംശം കൂടി ചേർന്ന് വരുന്നതാണ് നമ്മൾ. ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ടൊക്കെ കയറിയാണ് പോകുന്നത്. ഇത് പണ്ടത്തെ കാലത്തെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ക്ഷേത്രത്തിൽ പോകുന്നു, മുങ്ങി കുളിച്ചു പോകുന്നു. ഈ തീർത്ഥജലത്തിൽ സ്നാനം ചെയ്താൽ എല്ലാ പാപവും മാറും, അല്ലെങ്കിൽ മോചനം കിട്ടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ദ്രഭഗവാന് ബ്രഹ്മഹത്യയ്ക്ക് ശേഷം പാപമോചനത്തിനായി പല സ്ഥലത്തും അലഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു ബ്രാഹ്മണനെ കൊന്നു എന്നുള്ള ഒരു പാപം കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ പാപനാശത്ത് വന്ന് ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പാപപരിഹാരം ചെയ്തെന്നും സ്നാനം ചെയ്ത് അതിനെ പരിഹരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പാപനാശം എന്നുള്ള പേര് തന്നെ വന്നത്. അതിൻ്റെ കറക്റ്റ് ഐതിഹ്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വളരെ പവിത്രമായ ഒരു ഫീലിംഗ് കൂടെ വരും. നല്ല ഒഴുക്ക് വെള്ളമാണ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള പരിസരത്തെല്ലാം ആൾക്കാർ വന്നിട്ട് തുണി അലക്കുക, കുളി, മറ്റേ ശരിക്കും ഒരു കുളിമുറി ചെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ അങ്ങനത്തെ രീതിയിലാണ് പെരുമാറുന്നത്. പിന്നെ ഒഴുക്ക് വെള്ളം ആയതുകൊണ്ട് കുഴപ്പമില്ല, സോപ്പ് പതയെല്ലാം ഒഴുകി പോകും, എല്ലാ അഴുക്കും പോകും. എങ്കിലും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലേ. റെയിലിങ്സ് ഉണ്ട് ചുറ്റോട് ചുറ്റും, കാര്യം ഒഴുകി പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ ഏതാണ്ട് ഇവിടം വരെ ഇറങ്ങി നിന്ന് കുളിക്കാം, ആ കമ്പിയിലൊക്കെ പിടിച്ച് നിൽക്കാം, ധൈര്യമായിട്ട് പോകത്തില്ല. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ കേട്ടോ. അവിടെ കുറേ ആൾക്കാർ അലക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോകാത്തത്. ഇവിടെ വന്നപ്പോൾ ഇവിടെയും താഴെ വന്നപ്പോൾ ഏകദേശം, പക്ഷെ എന്തല്ല അല്ലേ, പ്യുവർ വാട്ടർ, നല്ല തെളിഞ്ഞ വെള്ളം. കാര്യം ഇത് ഒഴുക്ക് വെള്ളമാണ്. ഇത് താമരഭരണിയുടെ നദി ജലം തന്നെയാണ്. എല്ലാം സോഴ്സ് എല്ലാം അഗസ്ത്യാർ മലയിൽ നിന്നും വരുന്ന വെള്ളം തന്നെയാണ്. ഇതെല്ലാം അഗസ്ത്യാർ കൂടത്തിൻ്റെ അഗസ്ത്യാർ മൗണ്ടൻ റേഞ്ചിൻ്റെ ഭാഗമാണ് കലക്കാട് മുണ്ടൻതുറൈ എന്ന് പറയുന്ന ഈ ഫോറസ്റ്റ് റേഞ്ചും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഒരു ഭാഗം തമിഴ്നാട്, ഒരു ഭാഗം കേരളമാണെന്ന് മാത്രം. ബോർഡർ ഷെയർ ചെയ്യാണ്. നാച്ചുറൽ റിസോഴ്സസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തല്ലേ പോണേ. പക്ഷെ ഇത് കണ്ടില്ലേ, എത്ര രസകരമാണ് ഈ കാഴ്ച. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന നോക്കിയേ, സോ നൈസ്. ഞാൻ ആ പവിത്രമായ വെള്ളത്തിൽ തന്നെയാണ് ചവിട്ടി നിൽക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പമാണല്ലോ ഈ വൃത്തി കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഹോളിനെസ് നമുക്ക് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ആൾക്കാർ പല രീതിയിൽ തുണി നനയ്ക്കാനൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് സി, കുറേ പേരല്ലാണ്ട് തന്നെ സ്നാനം ചെയ്തിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുന്നു. അങ്ങനെ കാലെല്ലാം നനച്ചു. ഇനി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. അങ്ങനെ കറങ്ങിയിട്ട് പടിയിൽ വന്നിരുന്നു. അമ്പലത്തിൽ കയറിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ കൈ നോക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷിയല്ല കേട്ടോ, കൈയാണ്. ലെഫ്റ്റ് ഹാൻഡ്, ഇടത് കൈ கையை வந்து அம்மாளுக்கு தாம்பர பூ கை, மகாலட்சுமி கை, ஆயுசு வந்து உங்களுக்கு 97 வரை. എൻ്റെ അമ്മോ, ஆயில் கட்டி 97 வயசா? யோகம். ஆனா பிறந்திருந்த ஹைகோர்ட்டுக்கு சர்ச்சு, நீங்க பொண்ணா பிறந்ததுனால புகுந்த இடத்துக்கும் மகாலட்சுமி. ஆனா பிறந்திருந்தா ஹைகோர்ட்டு മനസ്സിലായി. ആണായിട്ട് പറഞ്ഞെങ്കിൽ ഹൈക്കോടതി ജഡ്ജാവും. പെണ്ണായതുകൊണ്ട് இடத்துக்கு பெருமை. ஆனா நீங்க நினைச்சது சாதிக்கணும். நீங்க நினைச்ச காரியம் சாதிக்கும். யோகம் இருக்கு. எங்க போனாலும் வாய் ஓட்ட வாய், மனசுல வஞ்சனம் சூதி இல்லை, கள்ளம் கவலை இல்லை. உங்களை பிடிச்ச கிரகம்னா முடிஞ்சு போச்சு. கிரகம் இல்லை, தெய்வ துணை இருக்கு, கடவுள் துணை இருக்கு.
சிவன் ரேகை இருக்கு, உடுக்கு ரேகை. சிவന്റെ முருகன் வேலிന്റെ திருச்செந்தூருக்கு ஒரு முறை போகணும். போயிருக்கே, இன்னும் போகணும். இனியும் போனோம். ஓகே, திருச்செந்தூர் இனியும் போனோம். பங்குனி பிறகட்டும், பங்குனி உத்தரம் கழிஞ்சு போங்க. பங்குனி உத்தரம் வருது, போங்க. குருமேடு, சூரியமேடு, சுக்கிரமேடு, உயர்ந்த கை, நானே ராஜா, நானே மந்திரி, எல்லாம் ஒரு கட்சி அறுப்பாங்க. நீங்கள் தனி கட்சி, உங்கள் வழி தனி வழி. இன்னைக்கு எங்கே போனாலும் உங்கள் உத்தி புத்தி எல்லாம் உயர்ந்து இருக்கு, புத்தி ரேகை நல்லா இருக்கு. இன்னும் உலகம் சுற்றணும், நாடு சுற்றணும், இனியும் சுற்றணும். இல்லை, பிளேட்டில் பறக்கணுமா? நீங்கள் ஃப்ளைட்டில் பறக்கணுமோ? பறக்கணுமா? இன்னும் வெளிநாட்டுக்கு போகணுமே, ஃபாரின் போகணும். இன்னும் இந்த ராசிக்கு வந்து அதாவது ஃபாரின் போக வேண்டிய யோகம் உங்கள் கையில் இருக்கு. கெட்டது கிடையாது, உங்களை யாரும் கெடுக்க முடியாது, அழிக்க முடியாது. நானே ராஜா, நானே மந்திரி. ஆண்டவர் துணை, கடவுள் துணை ரொம்ப உண்டு. இன்னும் ஒரு காரு வாங்கணும், 3 காரு வாங்கணும். வள்ளிய வீடு கட்டும், வள்ளிய வீடு கட்ட வேண்டிய சான்ஸ் இருக்கு. யோகமனா வந்தாச்சு. இந்த மாதம் கிரகமனா முடியுது, இன்னையோட முடியுது. நாளைக்கு பிறந்த 5ஆம் தேதியிலிருந்து நீங்கள் நினைச்ச காரியம் பாசு. ஆனால் எங்கே போனாலும் சில மனசில் ஒரு ஃபீலிங் இருக்குது. மனசில் ஃபீலிங்கன்னா சில குழப்பம் கோளாறு. இப்போ இருக்க புத்தி, அப்போ இருக்கும்போனா நீங்கள் ராஜாத்தி. ஆனால் வெகுளி புத்தியால எல்லாம் விட்டுட்டீங்க. ഇന്നത്തെ ബുദ്ധി പണ്ടുണ്ടായിരുന്നേ കുറെ കൂടെ രക്ഷപ്പെട്ടു. உங்க புத்தி புத்தியால தான் உயர்ந்து வரணும். அம்மன் தேவி துணை இருக்கா, தேவி அம்மனும் துணை இருக்கா, முருகரும் துணை இருக்காரு, சிவபகவானும் இருக்காங்க. பால இடத்துக்கு போகணும், பெருமாள் திருப்பதி பெருமாளுக்கும் போகணும், திருப்பதியிலும் போகணும் இருக்கு. ஆனா திருஷ்டி ஒரு பாடு உண்டு. கண் திருஷ்டி, கண் திருஷ்டி. ஓகே, திருஷ்டி தோஷம். ஓகே ஓகே ஓகே. ரொம்ப ஒரு பாடு இருக்கு. அதான் உடம்புல ஆரோக்கியம் கம்மி, கையை விட்டு காடு விட்டு போகுது. ஒரு நேரம் இருக்க ஒரு அமைப்பு, ஒரு நேரம் இல்லை. மனசுக்குள்ளே ஃபீலிங் இருக்கு. ஆனா எங்க போனாலும் ராஜாத்தி. இன்னும் இந்த கையில சினிமா ஸ்டார் ஆகணும் நீங்க, அந்த யோகமும் உங்களுக்கு இருக்கு. கண்டிப்பா இருக்கு. சினிமா யோகம் உண்டாயிருந்தோம், பெரிய தலைவி ஆகணும், அந்த யோகமும் இருக்கு. கெட்டது இல்லை. திருஷ்டியை மட்டும் மாத்திக்காங்க. திருஷ்டி மாற்றணும். ஓகே. எந்த காரியம் எடுத்தாலும் உங்களுக்கு வெற்றி, தோல்வி கிடையாது. எங்க போனாலும் பாசு தான் ஃபெயிலாக மாட்டீங்க. உங்களுக்கு தெய்வ துணை இருக்கு. இந்த இடத்துக்கு வந்துட்டு போறீங்க, ஒரு நல்ல செய்தி, நல்லது நடக்கும். ഓക്കെ, നല്ലത് നടക്കും. ഇവിടെ വരാൻ സാധിച്ചതിൽ സാധിക്കും. ഇത് പേരെന്താ അറിയോ പുള്ളിക്കാരിയുടെ? കാമാക്ഷി അല്ലേ? കാമാക്ഷി അമ്മ. കാമാക്ഷി അമ്മ സ്റ്റാർ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുന്നത് പറഞ്ഞ്. എന്തായാലും ലക്ഷണം, കൈ ലക്ഷണമൊക്കെ നോക്കി കുറേ കാര്യങ്ങൾ പറയുന്നത്, നല്ല കാര്യങ്ങളല്ലേ പറയാറുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, പക്ഷേ നല്ല സന്തോഷമായിട്ട് നമുക്കൊരു പോസിറ്റീവ്, നല്ല സ്റ്റാർ ആവണം എന്നാണ് പറയുന്നത്. ഞാൻ സിനിമാ താരം ആവേണ്ടിയിരുന്ന ആളാണ്. சிங்க முகம்ல கண்டிப்பா உங்களுக்கு நல்ல கையில வந்து இங்க வருது. தடவி ஆகணும். തടവിയാ? അതെന്നാ തലവി ആകണം? ഓ, ലീഡർ ആകണം എന്നാണ് പറയുന്നത്. തലവി യോഗം ഇരിക്കുന്നത് അതൊന്നും നടക്കും. മനസ്സിലെ എല്ലാം കവലയില്ല, നല്ല ഉള്ളം. എല്ലാരും വേണം, എല്ലാരും വേണമല്ലോ. ഓക്കെ, എന്തായാലും ഇവിടെ വന്നത് നന്നായി. അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കണം. ശിവന്റെ, ശിവഭഗവാന്റെ 3 ദൈവങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അടുത്ത മാസം സന്ദർഭം കിടക്കുമ്പോൾ തിരുച്ചെന്തൂർ ഒരിക്കൽ പോയിരിക്കാം. കോടി പണത്തിൽ ഉക്കാരുക. ഓ, പൈസ ഒരുപാട് കിട്ടുന്നു. പൈസ ഉക്കാരണം. ശരി, ചീതവി. ഓക്കെ, താങ്ക് യു. ഉള്ള പോയിട്ട് വരാം. പോകാം. ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇനി അകത്തേക്ക് പോകുന്നു. ഓക്കെ, ഇതിവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാന്ന് പറഞ്ഞാൽ നെയ്യാണല്ലേ? നെയ് വിളക്ക് ദേവിക്കും ശിവഭഗവാനും ഏറ്റുമാണ്. അപ്പോൾ ഈ ട്രേ അവിടെ വെച്ചിരുന്നാൽ മതിയോ? അവിടെ വെക്കാമല്ലോ അല്ലേ? ഇതൊന്ന് ദേവിക്കും ഒന്ന് ശിവഭഗവാനുമാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട്. ഏതാ? പാപങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണ്, പാപനാശം. അത് തന്നെ. പാപമൊക്കെ എല്ലാം ചെയ്ത പാപങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെ ചെയ്തൊക്കെ പോട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു. അത് പോയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പാത്തിരിക്കുക. അത് തന്നെ, അത് തന്നെ. മാട് ഇരിക്കോ? മാടിന് പഴം മേടിച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ, പഴം കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഓ, കൊടുക്കണോ? ഓക്കെ, കൊടുക്കാം. ഒന്ന് ചെയ്താ. അവന് കഴിച്ചു, ഹാപ്പിയായി. ഓ, പാവം. ഓക്കെ, പോയിട്ട് വരാം.
ഇതിനകത്ത് ലൂസ് ഹെയർ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രിക്ട്ലി ഫോർബിഡൻ ആണ്, മുടി കെട്ടി വയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഇങ്ങനെ നിന്ന് കത്തിക്കുമ്പോൾ നേരെ കാണുന്ന ശിവലിംഗമാണ്, പ്രധാന പ്രതിഷ്ഠയാണ്. പിന്നെ ഒരു വിളക്ക് അകത്ത് ദേവിക്ക് വെക്കണം, മുടി കെട്ടി വെച്ചിട്ട് അകത്തേക്ക് കയറും. ഒരു സ്പെഷ്യൽ ദർശനം കിട്ടുന്നു, അകത്തേക്ക് പോവാണ്. അകത്ത് പോയി സ്പെഷ്യൽ ദർശനം അല്ലേ. ഭഗവാൻ അർച്ചന എല്ലാം കഴിച്ചു, പ്രാർത്ഥിച്ചു. രണ്ട് സന്നിധിയിൽ നിന്നും എനിക്ക് ഭഗവാനിട്ട് ഹാരം കിട്ടി, അതിങ്ങനെ ഇടാൻ പറഞ്ഞു. ഇനി ഇവിടെ ഒരു ചടങ്ങുണ്ട്, മഞ്ഞൾ മേടിച്ചിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇതിൽ നിന്നും കുറച്ച് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് ആർക്കെങ്കിലും കല്യാണം ആകാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കല്യാണം ആയിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കണം എന്നാണ് നേർച്ചയാണ്. നമ്മളങ്ങനെ നേർച്ചയല്ല, അല്ലാതെ ഇടിക്കാം. അതെ, എല്ലാ മംഗളകർമ്മങ്ങൾക്കും നല്ലതാണ്. ഇവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇടിക്കാനായിട്ട്. ഇതൊരു നേർച്ചയാണ്. നല്ല ഒരു മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാനും വിവാഹം നടക്കാത്തവർക്ക് നടക്കാനും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേര് ചെയ്യും. പൊടിയാവില്ല. അതെ അതെ, ഇത് ഫുള്ള് ഇടിയണമെന്നില്ല, പക്ഷെ നമ്മൾ ഇതിന് കുറച്ചെടുത്തുകൊണ്ട് വീട്ടിൽ പോയി ഒന്നുകൂടെ പൊടിച്ചിട്ടിട്ടാണ്, സിംബോളിക്കാണ്. അങ്ങനെ പാപനാശം ടെമ്പിളിലെ ഭഗവാന്റെയും ഭഗവതിയുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളൊക്കെ മേടിച്ച് ദൈവത്തിന് ഇട്ടുന്ന ഹാരം അവിടെ നിന്ന് ഉള്ളുന്ന് കിട്ടിയതാണ്. എല്ലാം കിട്ടി, ചന്ദനം, എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് തിരിച്ചറിഞ്ഞു. ഓക്കെ, ഫോട്ടോ എടുക്കാം. ഇവിടെ കണ്ടോ, ഇത്ര എല്ലാവർക്കും ഭയങ്കര സ്നേഹം. ഇദ്ദേഹമാണ് എൻ്റെ കൂടെ വന്ന, ഈ കടയിലാണ്. പേരെന്ന്? രാജാറാം. ഇദ്ദേഹം എല്ലാം കൂടെ വന്നതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇവരെല്ലാം ഇവിടെ ഒരു പാൽഗോവ മേടിച്ചു, വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. വീട്ടിൽ ചെയ്ത് ഓക്കെ, നല്ലതായിരിക്കും. അപ്പോൾ ഒരു ചെറുത് വാങ്ങിച്ചു. പിന്നെ പൈസ വാങ്ങിക്കാനായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് കൊടുത്തു, ഇനി കുറച്ച് പേർക്കും കൂടെ കൊടുത്തിട്ട് പോകണം. ഓക്കെ, എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 2-3 പേരൊക്കെ നമ്മുടെ ശങ്കരൻകോവിലിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, അപ്പോൾ അവർക്കൊരു പരിചയം. ശങ്കരൻകോവില, ഓ ഓക്കെ ഓക്കെ. ഓണർ സെയിം ഓക്കെ. ഹലോ, എവിടെ നിന്ന് വരുന്നു? ഇവിടെ എല്ലാവർക്കും കൂടെ കൊടുക്കാനായിട്ട് ഞാൻ നമ്മുടെ കൈ നോക്കിയ ലേഡിയില്ലേ, പുള്ളിക്കാരിയുടെ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞ് എല്ലാവർക്കും കൂടെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നു. നല്ലൊരു ദിവസം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് എവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു നല്ല ക്രൗഡുള്ളൊരു കടയുണ്ട്. അതിവിടെ പരുത്തിപ്പാൽ തമിഴ്നാട്ടിൽ മധുരയിലൊക്കെ കിട്ടുന്നത്. ഓക്കെ, അതെ, ഇവിടെ നോക്കുമ്പോൾ നോക്കിയാൽ വെള്ളം, സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. എന്ത് വില ഒരു പരുത്തിപ്പാൽ? ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ ചൂട് ചുണ്ടലുണ്ട്, പരുത്തിപ്പാലും ഉണ്ട്. 15 only. Okay, 15 rupees only for പരുത്തിപ്പാൽ. ചൂട് ഇങ്ങോട്ട് നോക്കി കഴിക്കാൻ നല്ല രസം. നൈസ് ബാക്ക്ഗ്രൗണ്ട്. ഒരു പായസം കുടിക്കുന്ന പോലെയാണ് പരുത്തിപ്പാല്. എല്ലാവരും വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് ഇവിടെ വരുന്നവരെല്ലാം.
കടലൈ ആൻഡ് പരുത്തിപ്പാൽ ചുണ്ടൽ. ഒരു കടലപ്പായസമൊക്കെ കുടിക്കുന്ന നല്ല ടേസ്റ്റാണ്. അങ്ങനെ പരുത്തിപ്പാലും കുടിച്ച് വളരെ സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ പരുത്തിപ്പാൽ കുടിക്കണമെങ്കിൽ ഇനി മധുരയിൽ പോയാലേ പറ്റുള്ളൂ. ഇവിടെ യാദൃശ്യമായിട്ട് കിട്ടിയതാണ്, പക്ഷെ ഭയങ്കര സന്തോഷം. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടാണ് കരിമ്പിൻ്റെ ജ്യൂസ്, അത് ഒന്ന് കുടിക്കണം എന്നുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. ഒരു കരിമ്പിൻ്റെ ജ്യൂസ് കൂടെ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു കരിമ്പിൻ ജ്യൂസ് ബോട്ടിലാക്കി തന്നാ മതി. ബോട്ടിൽ മേടിച്ചിട്ട് പോവാം. ഒരു ഫുൾ ബോട്ടിലേക്ക് മാറ്റാൻ പറഞ്ഞു. ഓക്കേ, ഇത് കാറിലിരുന്ന് കുടിക്കാം കുറേ നേരം കഴിഞ്ഞിട്ട്. എത്ര? 60 രൂപ. താങ്ക് യു. തണുപ്പുണ്ടോ? ഐസ് വേണം. ഇതെങ്ങനെ ഐസ് കയറും ഇതിനകത്ത്? എപ്പടി എപ്പടി കയറും? அது அப்படி செய்யக்கூடாது. எல்லாரும் எல்லாரும் ஐஸ் கேட்க மாட்டாங்க. சில ஆளுக்கு பிடிக்கும். இப்போ எனக்குலாம் ஐஸ் பிடிக்காது. ஐஸ் சாப்பிட்டா 300 ரூபா 400 ரூபா செலவு பண்ணிட்டு இருக்கோம். அதனால என் கடையில் மிஷின்லேயோ சட்டிலையோ ஐஸ் வைக்கவே மாட்டேன். கேட்டால் மட்டும்தான் போட்டுவிடுவோம். சொல்லிடுமா? ഓക്കെ ഓക്കെ, താങ്ക് യു. വെറൈറ്റി. ഇതിനകത്ത് മുഴുവൻ 60 രൂപ കൊടുത്ത് മേടിച്ചാടേ കരിമ്പിൻ്റെ ജ്യൂസ്. അപ്പം ഞാൻ പറഞ്ഞ ഐസ് ഇടാൻ മറന്നുപോയല്ലോ. അപ്പോൾ ഞാൻ ഐസ് പൊട്ടിച്ച് ഈ ചെറിയ ഹോളിൽ കൂടെ അകത്ത് കയറ്റിയിട്ടുണ്ട് കുറച്ച്. ഓക്കെ, ഇനി കാറിലേക്ക് പോവാം. പരുത്തിപ്പാൽ കുടിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഇങ്ങനെ തണുത്ത ജ്യൂസ് കുടിക്കും കരിമ്പിൻ്റെ. അപ്പം കുറച്ച് കഴിയട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ